ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ് കേട്ടോ. അതിനകത്ത് തന്നെ GNS ഫാക്ടറും ദ മോഡൽ ഓഫ് JP ദാസിന്റെയാണ് നോക്കുന്നത്. അതായത് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാണ്, എന്താണ് ഇന്റലിജൻസ് എന്ന് ചോദിക്കുമ്പോൾ അസ്പർ നിങ്ങൾ ചാപ്റ്റർ പഠിക്കാത്തിടത്തോളം നിങ്ങൾ എന്താ പറയുക, ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ബുദ്ധിയാണ്, ഒരാൾ എങ്ങനെ ഒരു എക്സാം എഴുതുന്നു, അത് എത്രത്തോളം സാമർഥ്യം കാണിക്കുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾ ചില പറയുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളൊരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇന്റലിജൻസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ചില പറയാം സം ഓഫ് നോളജ് ആയിരിക്കാം, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ആയിരിക്കാം, ആ ഒരു കോംപ്ലക്സേഷൻ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പറയുണ്ടാവും. അതായത് ഇന്റലിജൻസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നില്ല. എന്നാൽ സൈക്കോളജിസ്റ്റ് ഡെഫിനേഷൻ പറയുവാണെങ്കിൽ മൾട്ടിപ്പിൾ വേയിലാണ് പറയുന്നത്. അതായത് ഇന്റലിജൻസിന് പ്രോപ്പർ ആയിട്ടൊരു ഡെഫിനേഷൻ ഇല്ല ആൻഡ് നോ യൂണിവേഴ്സൽ എഗ്രിമെന്റ്, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇന്റലിജൻസ്, ഹിസ്റ്ററിയിൽ എന്തൊക്കെയായിരുന്നു, ആൻഡ് സ്പെർമാൻ 2 ഫാക്ടർ GNS ഫാക്ടർ പഠിക്കാനുണ്ട്, ആൻഡ് തോണിങ്സ് തിയറി പഠിക്കാനുണ്ട്, ആൻഡ് JP ദാസ് പാസ് മോഡലും പഠിക്കാനുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇന്റലിജൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വി ഡോണ്ട് ഹാവ് എനി യൂണിവേഴ്സൽ എഗ്രിമെന്റ് ബട്ട് സ്റ്റിൽ വി ഹാവ് എ ഡെഫിനേഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റലിജൻസിന് കൾച്ചറും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പെർസെപ്ഷനിലും മാറിക്കൊണ്ടേയിരിക്കും. അതായത് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ഡെഫിനേഷൻ ഇല്ല. ഇന്ത്യയിലാണെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എന്ന രീതിയിലാണ് പറയുന്നത്, ലിങ്ക്ഡ് വിത്ത് വിസ്ഡം, ഇമോഷൻ, വാല്യൂ, അല്ലെങ്കിൽ ഇമോഷൻ എങ്ങനെയാണ്, വാല്യൂസ് എങ്ങനെയാണ്, വിസ്ഡം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കോമൺ പീപ്പിളും സൈക്കോളജിസ്റ്റും ഇന്റലിജൻസിനെ ഡിഫറെന്റ് രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് പറയാറില്ല. ഇപ്പം നമ്മളൊക്കെ ബേസിക്കലി ഇന്റലിജൻസ് എന്താണ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പറയും ചിലപ്പം നമുക്കൊരു IQ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ബുദ്ധി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട് നമുക്ക് പറയണമെങ്കിൽ IQ ടെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ നമ്മൾ പറയണ്ടാവും. പക്ഷേ കോമൺ ആൾക്കാർ പറയാം, അവന് കഴിഞ്ഞ പ്രാവശ്യം മാത്സിന് 50-ൽ 49 മാർക്കായിരുന്നു, അതായത് അവന് ബുദ്ധി ഭയങ്കര കൂടുതലാണ് എന്ന് പറയും അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലാണ്. അപ്പോൾ തിയറിറ്റിക്കൽ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ സം ഓഫ് ഓൾ നോളജ്, എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, അഡാപ്റ്റേഷൻ ടു എൻവയോൺമെന്റ്. ഇത്രയും 4 പോയിന്റ്സുകൾ കമ്പൈൻ ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇന്റലിജൻസ് എന്താണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡിഫിനേഷൻ ആയിട്ട് നിങ്ങൾ എഴുതരുത്. വാട്ട് ഈസ് ഇന്റലിജൻസ് ചോദിച്ചു കഴിഞ്ഞാൽ you should reply that there is no universal agreement but still we have a definition which consists of some knowledge, some of all knowledge, ability to learn from experience, problem solving ability, adaptation to environment എന്നുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ. അപ്പം നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് കീ സൈക്കോളജിസ്റ്റ് ആണ്. സോ ഓരോ സൈക്കോളജിസ്റ്റുകൾക്കും അതിൻ്റെതായ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കണം നിർബന്ധമല്ല, ബട്ട് സ്റ്റിൽ യു ഷുഡ് നോ റൈറ്റ്. സോ ഫസ്റ്റ് വൺ ഈസ് ബിനറ്റ് ആണ്, റീസണിങ്, മെമ്മറി, അബ്സ്ട്രാക്ഷൻ. സ്റ്റേൺ ആണെങ്കിൽ കൺസിഷൻ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് തിങ്കിങ്. ടേർമാൻ ആണെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് എബിലിറ്റി. സ്പെർമാൻ ആണെങ്കിൽ അഡാപ്റ്റേഷൻ ടു കോംപ്ലക്സിറ്റി. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ കീ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൂട്ടുന്നത്. പക്ഷെ വി ഹാവ് സം കോൺസ് ഉണ്ട്, എപ്പോഴും പ്രോൺസ് തന്നെ ഉണ്ടാവണമെന്നില്ല. സോ വി ഹാവ് സം ഒരു ഡീവിയേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പോസിയം ഫൈൻഡിങ്സ് ആണ്. അതായത് നമ്മുടെ എല്ലാ എക്സ്പേർട്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് അതിന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാൻ പോവാ കേട്ടോ. സോ സിമ്പോസിയം ഫൈൻഡിങ്സ് 1921 to 1986 ഇടയിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1921 13 സൈക്കോളജിസ്റ്റുകൾ ചേർന്നിട്ട് 13 ഡിഫറെന്റ് ഡെഫിനേഷൻ കൊണ്ടുവന്നു. സോ ഹിസ്റ്ററി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യം നമ്മളിപ്പോൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എഴുതാം കേട്ടോ. 1986 24 സ്കോളേഴ്സ് ചേർന്നിട്ട് 24 ഡെഫിനേഷൻസ് കൊണ്ടുവന്നു. സോ ഇത്രയും കൊണ്ടുവന്നെങ്കിലും 13 ഡെഫിനേഷൻസ് കൊണ്ടുവന്നു, 24 ഡെഫിനേഷൻസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് തന്നെയും അതിനകത്ത് ഒരു കോമൺ എലമെന്റ് ഉണ്ടായിരുന്നത് റീസണിങ്, പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഹയർ ലെവൽ എബിലിറ്റീസ് എങ്ങനെയായിരിക്കണം, ലേണിംഗ് എബിലിറ്റീസ് എങ്ങനെയാണ്, ഒരു എൻവയോൺമെന്റിൽ ഒരാൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, കൾച്ചർ വാല്യൂ എങ്ങനെയാണ്, ആൻഡ് എക്സിക്യൂട്ടീവ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ദാറ്റ് മീൻസ് നമുക്ക് സൈക്കോളജിസ്റ്റുകൾ എത്ര പേര് പറഞ്ഞാലും ഈവൻ സ്കോളേഴ്സ് എത്ര ഡെഫിനിഷൻസ് കൊണ്ടുവന്നാലും അതിനകത്ത് കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ്, ആ ഒരു കേപ്പബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ സം നോളജ് എങ്ങനെയാണ്, ഫ്രം എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പറയാവുന്ന സർവേ ബൈ സിംപ്മാൻ ആൻഡ് റോത്ത്മാൻ ആണ്. 1987 ടോപ്പ് എലമെന്റ് ഓഫ് ഇന്റലിജൻസ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയാണ് എന്നൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്.
സോ അവർ നടത്തൊരു സർവേ പ്രകാരമുള്ള ഡേറ്റയാണ്. സോ ഇത് കാണാതെ പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇഫ് യു ക്യാൻ, അതായത് ആ ഒരു അപ്രോക്സിമേറ്റ് നമ്പർ എങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എക്സാമിന് ചുമ്മാ എഴുതാം. അതായത് ഒരിക്കലും ഒരു ക്രോസ് ചെക്ക് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ എന്നാലും ഈ ഒരു നമ്പർ അടുപ്പിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും. സോ അബ്സ്ട്രാക്ട് റീസണിംഗ് ആണെങ്കിൽ 99.3 എന്നും, പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ 97.7 എന്നും, നോളജ് അക്വിസിഷൻ 96.0 എന്നും, ജനറൽ നോളജ് 88.3%, മെമ്മറി 80.5, എൻവയോൺമെന്റൽ അഡാപ്റ്റേഷൻ 77.2 എന്ന രീതിയിലായിരുന്നു ഈ ഒരു എക്സ്പേർട്ട് എഗ്രിമെന്റ് ബേസിസ് ആയിട്ടുള്ള നമ്മുടെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സർവേ നടത്തിയ പ്രകാരം ഇങ്ങനെയുള്ള ഡേറ്റകളിൽ നമുക്ക് വാല്യൂസ് കിട്ടിയിരുന്നു. അതിൽ ടോപ്പ് മോസ്റ്റ് ഉണ്ടെന്ന അബ്സ്ട്രാക്ഷനും പ്രോബ്ലം സോൾവിങ്ങും നോളജ് അക്വിസിഷനുമായിരുന്നു. അതിൽ ലോവർ മോസ്റ്റ് വന്ന് എൻവയോൺമെന്റൽ അഡാപ്റ്റേഷൻ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ നമ്പർ തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ 5 പേജസിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് നമ്മൾ പറയാൻ വന്ന മോഡേൺ ഡെഫിനേഷൻ ആണ് കേട്ടോ. മോഡേൺ ഡെഫിനേഷൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള എല്ലാ സെയിം കാര്യം തന്നെയാണ് മോഡേൺ, പക്ഷെ ഒരു ഡിഫറെന്റ് അപ്ഡേറ്റ് വേർഷൻ ആണ്. അതായത് എൻവയോൺമെന്റ് അഡാപ്റ്റേഷൻ എങ്ങനെയാണ്, ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നത്, എങ്ങനെ നോളജ് അക്വയർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണെന്നുള്ളതാണ്. ഇനി നമുക്ക് ഡെഫിനേഷനിലേക്ക് പോവാം. വെസ്ലർ ആണെങ്കിൽ ഗ്ലോബൽ കപ്പാസിറ്റി ടു അക്യൂട്ട് പേർപ്പസ്ഫുള്ളി തിങ്കിങ് റാഷണലി ആൻഡ് ഡീൽ എഫിഷ്യൻ്റ്ലി. അതായത് ഒരാൾ എങ്ങനെ ചിന്തിച്ച് ഏത് രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് അതിലേക്ക് വർക്ക് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഗാർണർ ആണെങ്കിൽ സ്കിൽ ടു സോൾവ്, ഐഡന്റിഫൈ പ്രോബ്ലം, ക്രിയേറ്റ് സൊല്യൂഷൻ, ഗെയിൻ ന്യൂ നോളജ്. പേര് പറയുന്ന പോലെ തന്നെ പുതിയ സ്കില്ല് അക്വയർ ചെയ്ത് പ്രോബ്ലം ഫൈൻഡ് ചെയ്ത് ഈവൻ സൊല്യൂഷനോ കണ്ടുപിടിക്കുന്ന രീതിയാണ്. ആൻഡ് സ്റ്റേൺബർഗ് ആണെങ്കിൽ മെന്റൽ എബിലിറ്റി ഫോർ അഡാപ്റ്റിംഗ്, ഷേപ്പിംഗ്, സെലക്ടിങ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഏത് എൻവയോൺമെന്റ് ആണ്, എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ആയി എങ്ങനെ പോകണം എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ കോമൺ ആയിട്ട് എന്തായാലും പറഞ്ഞത്, ഒന്ന് എൻവയോൺമെന്റ് എങ്ങനെയാകണം, അബ്സ്ട്രാക്ട് തിങ്കിങ് എങ്ങനെ ഇരിക്കണം, ലേണിംഗ് ആൻഡ് നോളജ് അക്വിസിഷൻ എങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേഷണൽ ഡെഫിനേഷൻ ഓഫ് ഇന്റലിജൻസ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ബോറിംഗ് 1923 ആണ്. ഇതൊക്കെ ഹിസ്റ്ററിക്ക് അത് നമുക്ക് എഴുതാം. ആൻഡ് ഇന്റലിജൻസ് ഈസ് വാട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് മെഷേഴ്സ്. സോ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്റലിജൻസ് ടെസ്റ്റ് മെഷർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 50% ആണ് കിട്ടിയെങ്കിൽ അതാണ് ഇന്റലിജൻസ് എന്നാണ് ആര് പറഞ്ഞത്, ബോറിംഗ് പറഞ്ഞത്. അവോയ്ഡ് ദ ചലഞ്ച് ഓഫ് ഡിഫൈൻ ദ ട്രൂ നേച്ചർ ഓഫ് ഇന്റലിജൻസ്. അതായത് ട്രൂ നേച്ചർ ഓഫ് ഇന്റലിജൻസ് എന്താ എന്ന് പറയുന്നതിൽ നിന്ന് ആ ഒരു ചലഞ്ച് അത് ഒഴിവായിരുന്നുള്ളതാണ്. ഈ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് പോയിന്റ് ഫോർ റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ്. അതായത് 10-20 പേര് പലതും പറയുന്നു, അതിനേക്കാൾ മോർ ഓവർ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വെക്കൂ. ആ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ത് പറയുന്നു അതാണ് ഇന്റലിജൻസ് എന്നൊരു രീതിയിലേക്ക് മാറുകയും അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അത് പ്രാക്ടിക്കൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മോസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് അസ്യൂം ഇന്റലിജൻസ് ജനറൽ ആട്രിബ്യൂട്ട് ദാറ്റ് എവരിവൺ പൊസൻ വേരിയിങ് ഡിഗ്രി. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഇന്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, വേരിയിങ് ഡിഗ്രിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റുകൾ നമ്മൾ വെക്കുന്ന ടെസ്റ്റുകൾക്കും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഡിറ്റർമൈൻസ് എ പേഴ്സൺ എബിൾ ടു സോൾവ് പ്രോബ്ലം. അപ്പം നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാ ആൾക്കാരിലും കടന്നു പോകുന്നത്. രണ്ടാമത്തത് ഒരാൾക്ക് എങ്ങനെയാണ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടെസ്റ്റിനകത്ത് മേജറായിട്ട് നമുക്ക് വേണ്ടിയിരുന്നു എന്നുള്ള ഒരു ചർച്ചയിലേക്കും അല്ലെങ്കിൽ ഫർദർലി ആ പുള്ളിക്കാരൻ്റെ വഴി തന്നെ എന്നാണ് ടെസ്റ്റുകൾ പറഞ്ഞ രീതിയിൽ തന്നെ അസ്യൂം ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് എബിലിറ്റി ആണ് കേട്ടോ. സോ നമ്മൾ എങ്ങനെയാണ് ഓരോ ആൾക്കാരിലും ആ ഒരു ഡിഫറൻസും എബിലിറ്റീസിലും ഒക്കെ എന്ത് രീതിയിലാണ് ഹിസ്റ്റോറിക്കലി നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫ്രാൻസിസ് കസിൻസ് ഓഫ് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ആ ഒരു സിദ്ധാന്തമൊക്കെ ഒരുപാട് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ പുള്ളിക്കാർ ഇറക്കിയതാണ് ഇവല്യൂഷൻ്റെ ഒക്കെ. അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ കസിൻസ് ആണ് ബേസിക്കലി ഒരു ഒറിജിൻസ് ഓഫ് സ്പീഷീസിന് ഇൻസ്പയർ ആണ് കൊണ്ടുവന്നത്. സ്റ്റാർട്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ എബിലിറ്റീസ് ഇൻ ലേറ്റ് 80s. ഹിസ്റ്ററി തന്നെയാണ്. 1800-കളിലൊക്കെ ഒരു മനുഷ്യൻ്റെ എബിലിറ്റി എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, മെന്റൽ ടെസ്റ്റുകൾ കോയിൻ ചെയ്തു. ആൻഡ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ലാബ് ലണ്ടനിൽ 1882 കൊണ്ടുവന്നു. ഹൈറ്റ്, വെയിറ്റ്, സ്ട്രെങ്ത്, സെൻസ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റുകൾ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടെസ്റ്റ് കൊണ്ടുവന്നുള്ളതല്ല. ബിലീവ് സൈക്കോളജിക്കൽ ട്രൈറ്റ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ്. സോ നമുക്ക് ഒരുപാട് എന്താണ് നമ്മൾ സൈക്കോളജിക്കൽ ട്രൈറ്റ്സ് ഒക്കെ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് ആ
ഒരു കാറ്റഗറി ഓഫ് പോപ്പുലേഷൻസ്. ആൻഡ് ഡെവലപ്ഡ് കോറിലേഷൻ മെത്തേഡ് ലേറ്റർ അഡ്വാൻസ്ഡ് ബൈ കാൾ പേഴ്സൺസ് ആൻഡ് നോൺ ആസ് ഫാദർ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതായത് പിന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസുകളും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെയൊക്കെ ഫാദർ ആയിട്ട് ആരെ കൊണ്ടുവന്നു? ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. മറന്നു പോകരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഇസ് ആൽഫ്രഡ് ബിനറ്റ് ആണ്. ഇയർലി വർക്ക് റിസംബിൾ ഗാൽട്ടോൺ. സോ നമ്മുടെ ഗാൽട്ടോണിൻ്റെ ഒക്കെ ഒരു ഇയർലി വർക്കുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ആൻഡ് എഫോ കമ്മീഷൻ ബൈ ഫ്രഞ്ച് ഗവൺമെൻറ് ടു ഐഡൻറ്റിഫൈ മെൻ്റൽ ഡിഫിഷ്യൻറ്റ് സ്കൂൾ ചിൽഡ്രൻ. ആൻഡ് ബിനറ്റ് ആൻഡ് സൈമോൺ ക്രിയേറ്റ് ഫസ്റ്റ് ഇൻ്റലിജൻസ് 30 പ്രോബ്ലം. അതായത് ഇവരാണ്, അത് നമ്മുടെ ബിനറ്റും സൈമണും ആണ് എന്ത് ചെയ്തത്? ആദ്യമായി ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവരാൻ 30 പ്രോബ്ലം. ഇത് പഠിക്കണം കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എക്സാമിനൊക്കെ നമുക്ക് കോയിൻ ചെയ്യേണ്ടി വരും. ബിനറ്റും സൈമണുമാണ് ആദ്യത്തെ എന്തുകൊണ്ടിരുന്നത്? ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവരുന്നത്. ആൻഡ് 30 പ്രോബ്ലംസ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ആൻഡ് 1980 റിവിഷൻ കൊണ്ടുവരുന്നു ഏജ് ലെവൽ അനുസരിച്ച്. അത് ലീഡ്സ് ടു മെൻ്റൽ ഏജ്. നമ്മൾ പറയാറില്ലേ, അതായത് ഈ കുട്ടിക്ക് എന്താണ് 30 വയസ്സിൻ്റെ അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ ബുദ്ധി ഇല്ല എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെയൊക്കെ അങ്ങനെ ഒരു മെൻ്റൽ ഏജ് എന്താണ് എന്നൊരു കൺസെപ്റ്റൊക്കെ അപ്പോഴാണ് ഡെവലപ്പ് ആവാൻ തുടങ്ങിയത് കേട്ടോ. ആൻഡ് വില്യം സ്റ്റോൺ IQ മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. വില്യം സ്റ്റോൺ ആണ് IQ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുകയും അത് മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ബിനറ്റ് വർക്ക് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ ഫ്യൂച്ചർ ഇൻ്റലിജൻസ് ടെസ്റ്റ്. അതായത് ബിനറ്റ് ആണ് എന്ത് ചെയ്തത്? വരുന്ന ഇൻ്റലിജൻസ് ടെസ്റ്റിന് എല്ലാത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങ് കാണാതെ പഠിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്ന സ്പെർമാറ്റ്സിന്റെ 2 ഫാക്ടർ ഇൻ്റലിജൻസ് ഓഫ് തിയറി ആണ്. ഇത് 1904 ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. സോ അവിടെ ചാൾസ് സ്പെർമാൻ ആണ് ഇതിൻ്റെ ഒരു ബേസിക് കോറിലേഷനും ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഫർദർലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റഡീസ് ചിൽഡ്രൻ ടെസ്റ്റ് സ്കോർ ടു ഐഡൻറ്റിഫൈ കോമൺ എലമെന്റ്സ്. നമ്മൾ ചിൽഡ്രൻ്റെ ടെസ്റ്റ് സ്കോർസ് ഉപയോഗിച്ചിട്ട് കോമൺ എലമെന്റ് എന്താ ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ചാൾസ് സ്പെർമാൻ എന്താണ് കൂടുതൽ ഫോക്കസ് എന്ന് വെച്ചാൽ ജനറൽ ഇൻ്റലക്റ്റീവ് ഫാക്ടേഴ്സും സ്പെസിഫിക് ഫാക്ടേഴ്സും. സോ ഈ ജനറൽ ഇൻ്റലക്റ്റീവ് ഫാക്ടേഴ്സിനെയാണ് G എന്നും സ്പെസിഫിക് ഫാക്ടറിനെ S എന്നുമാണ് പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ GS തിയറി എന്ന് ചോദിച്ചാൽ ഇത് എഴുതണം കേട്ടോ. മനസ്സിലായിക്കോണം, ചാൾസ് സ്പെർമാൻ ആണ് കോറിലേഷൻ ഫാക്ടർ അനാലിസിസ് ആണ് കൊച്ചുകുട്ടികളെ ടെസ്റ്റുകൾ വെച്ചിട്ട് കോമൺ എലമെന്റ് ഐഡന്റിഫൈ ചെയ്തു. ജനറൽ ഇൻ്റലക്റ്റീവ് ഫാക്ടറിനെ G എന്നും സ്പെസിഫിക് ഫാക്ടറിനെ S എന്നും പറയാറുണ്ട്. കീ കൺസെപ്റ്റിൽ പറയുവാണെങ്കിൽ G ഫാക്ടർ ജനറൽ ഇൻ്റലിജൻസ് ആണല്ലോ, കോമൺ ടു ഓൾ മെന്റൽ ആക്ടിവിറ്റി. നമ്മൾ നോർമലി ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ മെന്റൽ ആക്ടിവിറ്റിയും കോറിലേറ്റ് ചെയ്യുന്ന ഭാഗമാണ് G ഫാക്ടറും. S ഫാക്ടർ ആണെങ്കിൽ സ്പെസിഫിക് എബിലിറ്റി, യൂണിക് ടു ഇൻഡിവിജ്വൽ ടാസ്ക് ഓർ ടെസ്റ്റ്. അതായത് ഇപ്പം എനിക്ക് എന്താണ് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ വേറൊക്കെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ അക്വേർഡ് സ്കില്ലാണെങ്കിൽ പോലും അക്വേർഡ് സ്കില്ലല്ല, അത് പാട്ട് പാടാൻ സാധിക്കുന്നു. എല്ലാവർക്കും പാട്ട് പാടാം, പക്ഷെ പ്രോപ്പറായിട്ട് പാടാൻ പറ്റില്ല. അതേപോലെ സ്പെസിഫിക് എബിലിറ്റീസിനാണ് S എന്ന് പറയാം. ജനറൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ കോമൺലി ചെയ്യുന്ന കാര്യങ്ങൾ, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, എഴുതുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. സോ G is equal to mental energy varies across individual. സോ എല്ലാ മെന്റൽ ടാസ്കിനും Gയും വേണം എസും വേണം. അതായത് G എന്തായാലും നിർബന്ധമാണ്, S കുറച്ച് മതി, നിർബന്ധമല്ല. അപ്പം G എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് ആവശ്യമാണ്, അല്ലെ പഠിക്കാനും കാര്യങ്ങൾക്ക് നമുക്ക് കോമൺ ആയിട്ട് ആവശ്യമാണ്. എന്നാൽ S കുറച്ച് മതിയായിരിക്കും. ഹൈ G ലോഡിംഗ് ഈസ് ഈക്വൽ ടു മോർ അബ്സ്ട്രാക്ട് റീസണിങ്, കോംപ്രഹെൻഷൻ, പ്രോബ്ലം സോൾവിങ്. G വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ റീസണിങ്, കോംപ്രഹെൻഷൻ, പ്രോബ്ലം സോൾവിങ് ഒക്കെ കൂടും എന്നുള്ളതാണ്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഗുളിഫോർഡ് 1953 കൊണ്ടുവന്നിരുന്നു. മെന്റൽ ടെസ്റ്റ് ഓവർലാപ്പിംഗ് ഡിഫിക്കൽട്ടി ഇൻ G. അത് ടെസ്റ്റ് എയും ബിയും ഹൈ G ഓവർലാപ്പിങ്ങും ഹൈ കോറിലേഷനും, ടെസ്റ്റ് എയും സിയും ലോ G ഓവർലാപ്പിംഗ് ആൻഡ് ലോ കോറിലേഷനുമാണ്. ഇത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ബിക്കോസ് അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സ്പെർമാൻ 2 ഫാക്ടർ തിയറിയിൽ നിങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഗുളിഫോർഡ് 1953 ഫോർമുലേറ്റ് ചെയ്യുന്നു. മെന്റൽ ടെസ്റ്റുകൾ Gയുമായിട്ട് ഓവർലാപ്പ് ചെയ്യുകയും അങ്ങനെ ടെസ്റ്റ് എയും ബിയും ചെയ്ത് നോക്കിയ സമയത്ത് ഹൈ G ഓവർലാപ്പ് ചെയ്യും. അതായത് G വളരെ ഓവർലാപ്പ് ചെയ്യുകയും അങ്ങനെ ഹൈ കോറിലേഷൻ കാണിക്കുകയും ചെയ്തു എന്നുള്ളതും, ടെസ്റ്റ് എയും സിയും ചെയ്യുന്ന സമയത്ത് ലോ G ഓവർലാപ്പ് ചെയ്യുകയും അങ്ങനെ ലോ കോറിലേഷൻ വന്നു എന്ന് എഴുതിയാൽ മതി. ആ ഗ്രാഫ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഗ്രാഫൊക്കെ ഇച്ചിരി കൂടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, നമുക്ക് അത്രേൻ്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് ടെട്രാ ഡിഫറൻസ് F എന്ന് പറയും. ഫോർമുല is equal to F is equal to R13 R24 minus R14 R23 ആണ്. ഈ ഫോർമുല എന്തായാലും പഠിക്കാം. ഇൻ പ്രാക്ടീസിൽ F അപ്രോക്സിമേറ്റ്ലി 0 ആണ്. F അപ്രോക്സിമേറ്റ്ലി 0 ആണ്, ഇൻഡിക്കേറ്റിംഗ് പ്രസൻസ് ഓഫ്
സിംഗിൾ കോമൺ ഫാക്ടർ ജി. അതായത് ഇവിടെ സിംഗിൾ കോമൺ ഫാക്ടർ ആയിട്ടുള്ള ജി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. കാര്യം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പഠിച്ച് അതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. സോ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ബിയോണ്ട് ജി ആൻഡ് എസ് ആണ്. സം ടെസ്റ്റുകൾ കോറിലേറ്റ് മോർ ദാൻ ജി കുഡ് എക്സ്പ്ലെയിൻ. സോ ചില ടെസ്റ്റ് കോറിലേറ്റ് ജിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ വേണ്ടി വരും എന്നുള്ളതാണ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്ന് പറയും. സോ ഷെയർ ബൈ ക്ലസ്റ്റേഴ്സ് ഓഫ് ടെസ്റ്റ്. നമ്മൾ വേറെ കുറേ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് ലൈക്ക് വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, മെന്റൽ സ്പീഡ്. ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ജിക്ക് തന്നെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമല്ല. എല്ലാ കാര്യങ്ങളും എസ് തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനേക്കാൾ മോർ ഓവർ ആയിട്ടുള്ള ഒരുപാട് ക്ലസ്റ്റർ ഓഫ് ടെസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് പറയുക. ആൻഡ് സ്പെർമാൻസിന്റെ കീ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഫാക്ടർ അനാലിസിസ് കൊണ്ടുവന്നു, സയന്റിഫിക് ട്രഡീഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എങ്ങനെ മെഷർ ചെയ്യാം, ബയോളജിക്കൽ ബേസ് ഓഫ് ജി, കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ഇമ്പാക്ട് ഓഫ് ജി ഓൺ ഡെയിലി ലൈഫ് പെർഫോമൻസ് ഒക്കെ. അപ്പം ഞാൻ ഈ ഒരു സ്പെർമാനും ടു ഫാക്ടർ തിയറി ഇന്റലിജൻസിന്റെ ഒരു നോട്ട് സെപ്പറേറ്റ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കി വെക്കുക. അത് ഇച്ചിരി കൂടെ ഭയങ്കരമായിട്ട് ഒരുപാട് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി ടു ഫാക്ടേഴ്സിന് ക്രിട്ടിക്കൽ അപ്രോച്ച് എന്തായിരുന്നു എന്നുള്ളതാണ്. ജനറൽ ക്രിറ്റിസം പറയുവാണെങ്കിൽ പ്യൂർലി സൈക്കോമെട്രിക് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയാലും അല്ലെങ്കിൽ ടെട്രാ ഡിഫറൻസ് ഒക്കെ ആണെങ്കിലും പ്യൂർലി എന്താണ്, അത് ഒരു സൈക്കോമെട്രിക് ആണ്. അതുകൊണ്ട് കോഗ്നേറ്റീവ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ സ്പെർമാൻ ടു ഫാക്ടർ തിയറി പറ്റി ചോദിക്കുവാണെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളും, അതായത് ക്രിട്ടിക്കൽ അപ്രോച്ച് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതിയേ പറ്റുള്ളൂ കേട്ടോ. പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്പെർമാൻ സൈക്കോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കോഗ്നേറ്റീവ് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നെ സ്പെർമാൻ 1923 ക്വാളിറ്റേറ്റീവ് കോഗ്നേറ്റീവ് പ്രിൻസിപ്പിൾസ് ലൈക്ക് റെക്കഗ്നൈസിങ് റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് 1990 ഐസക്, സോ നിങ്ങൾക്ക് ഐസനൊക്കെ ഒന്ന് എന്തുവേണമെങ്കിലും വായിക്കാം. സോ ഐസക് ഐഡന്റിഫൈ 5 ക്വാണ്ടിറ്റേറ്റീവ് കോഗ്നേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കോഗ്നേറ്റീവ് പ്രിൻസിപ്പിൾസ് ഐസക് കൊണ്ടുവന്നു. സോ കൊനേറ്റീവ് കൺട്രോൾ, ഫെറ്റീഗ്, മെന്റൽ എനർജി, പ്രീ മോഡൽ പൊട്ടൻസീസ്, റെറ്റൻഷിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റെറ്റൻഷിവിറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ജെൻസൺ 1998 കാരോൾ 1993 പ്രസൻസ് ഓഫ് ജി ഫാക്ടേഴ്സ് യൂസിങ് ഫാക്ടോർ അനാലിസിസ്. ഫാക്ടോർ അനാലിസിസ് വെച്ചിട്ട് ജീൻ്റെ പ്രസൻസ് കൺഫേം ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് തൊണ്ടിക്സ് ക്രിറ്റിസിസം കൊണ്ടുവന്നത് കേട്ടോ. സോ ഡിസഗ്രി വിത്ത് ഐഡിയ ഓഫ് സിംഗിൾ ജി ഫാക്ടർ. സോ ജി ഫാക്ടറിന്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി എന്നുള്ള കാര്യങ്ങളാണ്. ആർഗ്യൂ ഇന്റലിജൻസ് മെയ്ഡ് അപ്പ് ബൈ മെനി സ്പെസിഫിക് എബിലിറ്റി. അതായത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസ് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഭയങ്കര റിബലായിരുന്നു കേട്ടോ. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിറ്റിനെ കൂടുതൽ എംഫസൈസ് ചെയ്തു, നോട്ട് ഇൻഡിവിജ്വൽ ബേസ്ഡ് ജനറാലിറ്റി. അതായത് ഇപ്പം ഓരോ ഇൻഡിവിജ്വലിനെ പറ്റി പറയാതെ ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിറ്റി. ഇപ്പം ചില ആൾക്കാർ കാട്ടിൽ ജീവിക്കുന്നു, ചില ആൾക്കാർ നാട്ടിൽ ജീവിക്കുന്നു. അപ്പോൾ ടാസ്ക് ബേസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ക്ലാസിഫൈ ഇന്റലിജൻസ് ഇൻ ടു സോഷ്യൽ ഇന്റലിജൻസ്, കോൺക്രീറ്റീവ് ഇന്റലിജൻസ് ആൻഡ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. പിന്നെ പുള്ളിക്കാരൻ ഇന്റലിജൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു തോണ്ടിക്സ് ആണ് ബേസിക് ക്രിറ്റിസിസം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ മോശമാണ്, ഇതിന്ന് ഒരുപാട് തിയറീസിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നത്. സോ ഹിസ് ടൈപ്പ് ദ ടാസ്ക് ക്ലാസിഫിക്കേഷൻ ഓർ മെന്റൽ ഓർഗനൈസേഷൻ. പുള്ളിക്കാരൻ മെന്റൽ ഓർഗനൈസേഷൻ ആയിരുന്നില്ല ചെയ്യുന്ന, ടാസ്ക് ബേസ്. ഇതിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ നാട്ടിൽ താമസിക്കുന്നവർ, കാട്ടിൽ താമസിക്കുന്ന ആ ഒരു ലെവല് ടാസ്ക് ബേസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് തോമസ് തിയറിയാണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് തിയറി എന്ന് പറയും. സോ ഇവിടെ ടെസ്റ്റ് കോറിലേഷനെ ആർഗ്യൂ ചെയ്യുകയും ആർഗ്യൂഡ് ദാറ്റ് ടെസ്റ്റ് കോറിലേഷൻസ് ആർ ഡ്യൂറിങ് ഓവർലാപ്പിംഗ് എലമെന്ററി എബിലിറ്റി നോട്ട് എ റിയൽ ജി. അവിടെയും ആ സമയത്ത് ഈ ജീനെ പറ്റിയാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ ടെസ്റ്റിനും ഡിഫറെന്റ് എബിലിറ്റീസ് ഉണ്ട്, അതൊരു വേരിയസ് എക്സ്റ്റെന്റ് വരെ ഉണ്ടെന്നും. ജി ആണെങ്കിൽ മൾട്ടിപ്പിൾ ടെസ്റ്റുകളിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എബിലിറ്റി എലമെന്റ്സുകൾ കാണിക്കുന്നതാണ്. അതായത് ജി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതും, ജിയിൽ ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ടെന്നും, മൾട്ടിപ്പിൾ എബിലിറ്റി ടെസ്റ്റുകളിൽ മൾട്ടിപ്പിൾ രീതിയിലാണ് കാണിക്കുന്നതാണ് പറഞ്ഞത്. ആൻഡ് ഗുളിഫോർഡ് ക്രിട്ടിസൈസ് ചെയ്തു ഇമ്പോസിബിൾ ടു ഡെമോൺസ്ട്രേറ്റ് എക്സ്പെരിമെന്റിൽ. അതായത് ജി എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എക്സ്പെരിമെന്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം അറിയാം എന്താണ് ജി എന്നുള്ളത്. ജിയിൽ ജനറൽ ഇന്റലിജൻസ് ആണ്. ഇവിടെ എസിനെ പറ്റി അങ്ങനെ ആരും പറയുന്നില്ല. കൂടുതലും ജി എന്താണ്, ജനറൽ കോമൺ ഓൾ മെന്റൽ ആക്ടിവിറ്റി ആയിട്ട് ഷെയർ ചെയ്യുന്ന എന്താണ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ആ ഒരു സംസാരം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം തേർസ്റ്റോൺ തിയറി പറഞ്ഞത് 7 പ്രൈമറി മെന്റൽ എബിലിറ്റി അതിനെ പറ്റി പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ജി, ഒരു ജീനെ മാറ്റി, അതായത് മെന്റൽ എബിലിറ്റി എന്ന് മാത്രം പറയാതെ 7 പ്രൈമറി മെന്റൽ എബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ ആര് പറഞ്ഞു, തേർസ്റ്റോൺസ് തിയറി പറഞ്ഞു. യൂസ് ടു ഇംപ്രൂവ് ഫാക്ടേഴ്സ് അനാലിസിസ് ആൻഡ് ഫൗണ്ട് 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. സോ ഡിഫറൻസ് ഡ്യൂ ടു സ്പെർം ആൻഡ് സാമ്പിൾ ചിൽഡ്രൻ. അത് ഓൾറെഡി പറഞ്ഞതുപോലെ സ്പെർം ആൻഡ് സാമ്പിളിലെ ചിൽഡ്രനെയാണ് പറഞ്ഞത്. ഇവിടെയാണെങ്കിലും
സ്റ്റുഡൻസ് ആയിരുന്നു. സ്പെർം ആൻഡ് ഡിവോഴ്സ് ടെസ്റ്റുകൾ പറഞ്ഞു, ഹൈലി സിമിലർ ടെസ്റ്റുകൾ പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഡിഫറൻസുകളാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ലേറ്റർ അക്സെപ്റ്റ് ആൻഡ് ഹൈറർക്കൽ മോഡൽ ജി അറ്റ് ദ ടോപ്പ്. അപ്പം ജി എന്ന് പറഞ്ഞ സാധനം അക്സെപ്റ്റബിൾ ആയി. പിന്നെ അതായത് ഈ ഒരു ഓൾ മെന്റൽ എബിലിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അക്സെപ്റ്റ് ആവുകയും പ്രൈമറി എബിലിറ്റി അറ്റ് ദ മിഡിൽ, ടെസ്റ്റ് സ്പെസിഫിക് സ്കിൽഡ് അറ്റ് ദ മോട്ടം. അതിനുശേഷം ഒരു ഹൈറർക്കി ഉണ്ടാക്കി. ജി എന്ന് പറയുന്നത് ഏറ്റവും മേലെ, അതിനുശേഷം പ്രൈമറി എബിലിറ്റീസ് നടുക്ക്, അതിനുശേഷം തൊട്ട് താഴെ ടെസ്റ്റ് സ്പെസിഫിക് സ്കില്ല് താഴെയും വന്നുള്ളതാണ്. അങ്ങനെ 3ആയിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. സോ ഇത് വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഇത് വലിയ സംഭവമൊന്നും അല്ല, ജസ്റ്റ് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പാസ് തിയറി ആണ് കേട്ടോ. സോ ബേസ്ഡ് ഓൺ ന്യൂറോ സൈക്കോളജിക്കൽ കോഗ്നേറ്റീവ് ആൻഡ് ഇൻഫോ പ്രോസസ്സിംഗ് ആണ്. സോ എങ്ങനെയാണ് ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്, അത് സ്കോർ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഓൾറെഡി സ്കോറിൽ പറയുന്ന പോലെ മാത്രമല്ല എങ്ങനെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇനി പാസിന്റെ 4 കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഈ ഒരു പാസ് എന്ന് പറയുന്നത് ദാസും നഗ്ലി ആൻഡ് ക്രിബാണ്. സോ ന്യൂറോ സൈക്കോളജിക്കൽ കോഗ്നേറ്റീവ് ഇൻഫോ പ്രോസസ്സിംഗും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് പ്ലാനിംഗ് ആണ്. റെഗുലർ ബിഹേവിയർ, സോൾവ് പ്രോബ്ലം, മോണിറ്ററിംഗ് പെർഫോമൻസ് ആൻഡ് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. സോ നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, ബ്രെയിനിന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു, പ്രോബ്ലംസുകളൊക്കെ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നുള്ളതും. ആൻഡ് അറ്റൻഷൻ ആണ് അവിടെ എറോസോൾ എന്ന് പറയും. നമ്മുടെ അലേർട്ട്നെസ്, നമ്മൾ ഇങ്ങനെ അലേർട്ട് അടിച്ചിരിക്കില്ലേ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് ഇപ്പോ ഞാനൊരു കാട്ടിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അവിടെ മൃഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത്, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ. അതായത് മെയിൻറ്റെയിൻ അലേർട്ട്നെസ്, ഫിൽട്ടേഴ്സ് സ്റ്റിമുലേഷൻ. സോ ഇവിടെ ബ്രെയിൻ സ്റ്റെം, ഫ്രോണ്ടൽ ലോബ്സ് ആയിരിക്കും. എയറോസോളിനും അറ്റൻഷനും ബ്രെയിനിന്റെ ഭാഗത്തിൽ നിൽക്കുക. ഇനി സൈമൾട്ടേനിയസ് പ്രോസസ് ആണ്. ഇന്റഗ്രേറ്റ് മൾട്ടിപ്പിൾ എലമെന്റ്സ് അറ്റ് വൺസ്. മൾട്ടിപ്പിൾ എലമെന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ അണ്ടർസ്റ്റാൻഡിങ് എ ഡയഗ്രാം. ഓക്യുപേഷണൽ പാരേറ്റൽ ലോബ്സ് ആണ്, ഒസിപാറ്റൽ പാരേറ്റൽ ലോബ്സ് ആണ് ലിങ്ക് ചെയ്യുന്ന ബ്രെയിനിന്റെ കേട്ടോ. സോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്പിൾ എലമെന്റ്സുകളെ ലിങ്ക് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഡയഗ്രാം എങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു ഡയഗ്രാമാണ്. ഈ ഡയഗ്രത്തിൽ ഇപ്പം നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ ഉണ്ട്, ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ട്, ചെറിയൊരു സ്ക്വയർ ഉണ്ട്. ഇത് കാണുന്ന സമയത്ത് ഒരു എന്താണ് റോക്കറ്റ് പോലെയാ ഉള്ളത് എന്ന് പറയുന്ന പോലെ കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ എലമെന്റ്സുകൾ വെച്ച് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇതിന് ഒസിപാറ്റൽ പാരേറ്റൽ ലോബാണ്. ആൻഡ് നെക്സ്റ്റ് വൺ സക്സസീവ് പ്രൊസഷൻ ആണ്. ഹാൻഡിൽസ് ഇൻഫോ ഇൻ സീരിയൽ ഓർഡർ. അത് നമ്മൾ ഈ ലാംഗ്വേജ് സിൻടാക്സ് പോലെ ഒരു സീരിയൽ ഓർഡറിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. സോ ഫ്രോണ്ടോ ടെമ്പറൽ ലോബ്സ്. സോ ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സുകളായിട്ടുള്ള പ്രീഫോണ്ടൽ, ഫ്രോണ്ടൽ ആൻഡ് ഒസിപിറ്റൽ പാരേറ്റൽ ലോബ്സ് ആൻഡ് ഫ്രോണ്ടോ ടെമ്പറൽ ലോബ്, ഈ ലോബുകൾ ചേർന്നിട്ടാണ് പാസ് എന്ന് പറയുന്ന 4 കമ്പോണൻസുകളെ ഹെൽപ്പ് ചെയ്യുക. ഈ 4 കമ്പോണൻസ് എന്ന് പറയുമ്പോൾ പാസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ ന്യൂറോ സൈക്കോളജിക്കൽ കോഗ്നേറ്റീവ് ഇൻഫോ പ്രോസസ്സിംഗ് എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നു. സോ പാസ് തിയറിയിൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഓരോ സ്പെസിഫിക് ഫങ്ഷൻസ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ആൻഡ് നോളജ് ബേസ് ആണ്. ഇൻഫ്ലുവൻസ് ബൈ കൾച്ചറൽ ആൻഡ് എക്സ്പീരിയൻസ്, സപ്പോർട്ടിങ് ഓൾ പാസ് പ്രോസസ്. അതായത് നമ്മുടെ കൾച്ചറിലും എക്സ്പീരിയൻസും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാസ് പ്രോസസിനെ എല്ലാം രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, നമുക്ക് സയന്റിഫിക്കലി അപ്രൂവ്ഡും അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കലി നമുക്ക് അപ്രൂവ്ഡ് ആയിരുന്നുള്ളതാണ്. ഫൈനൽ ഒബ്സർവേഷൻ ഓർ ആക്ഷൻ ബേസ്ഡ് ഓൺ കോഗ്നേറ്റീവ് പ്രോസസിംഗ്. എല്ലാം കോഗ്നേറ്റീവ് പ്രോസസിംഗിലാണ് ഫൈനൽ ആക്ഷനും എല്ലാം ബേസ് ചെയ്യുന്നത് കേട്ടോ. സോ ക്രിറ്റിസം ഉണ്ടായിരുന്നു. സ്ട്രെങ്ത് വെച്ചാൽ കോഗ്നേറ്റീവ് ന്യൂറോ സൈക്കോളജിക്കൽ ബേസ്, അതായത് നമുക്ക് ഒരു സയന്റിഫിക് സ്റ്റഡി ഉള്ളതുകൊണ്ട് നല്ലതായിരുന്നു. ആൻഡ് കോഗ്നേറ്റീവ് അസസ്മെന്റ് സിസ്റ്റം നമുക്ക് അല്ലെങ്കിൽ എത്രത്തോളം മെഷർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡൊമൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഇന്നൊരു ഭാഗത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഈവൻ ദോ ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ അലേർട്ട് ആവുന്നില്ല, സ്റ്റിമുലേ ആവുന്നില്ലെങ്കിൽ ബ്രെയിൻ സ്റ്റമ്മിനും അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബ്സുമാണ് നമ്മൾ കൂടുതൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ അസസ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നോട്ട് യൂണിവേഴ്സൽ അഡോപ്റ്റേഷൻ ഇൻ മെയിൻ സ്ട്രീം IQ സിസ്റ്റം. സോ നമ്മുടെ IQ സിസ്റ്റത്തിൽ അങ്ങനെ എന്താണ് യൂണിവേഴ്സൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നുള്ളതാണ്. ഒരു ക്ലാസ് റൂം യൂസിനൊന്നും നമുക്കിത് പോസിബിൾ ആയ കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മുടെ സമ്മപ്പാണ്, നമ്മൾ എന്തോ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് നോക്കിക്കോളാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ലാസ്റ്റത്തെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇത്രയുള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ഒരു ഐഡിയ വെച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇന്റലിജൻസ് എന്താണെന്നുള്ള ബേസിക് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.